അവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നാം കർത്താവിനെ അന്വേഷിക്കുവാനും നീതിയും ന്യായവും അന്വേഷിക്കുന്നതിനും നാം കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കുന്നതിനും തിന്മ ചെയ്യാതെയും കള്ളം പറയാതെയും വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടാകാതിരിക്കുന്നതിനും തന്നെ നാം ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കാം. അപ്പോൾ സന്തോഷവും സമാധാനപൂർണവുമായ ഒരു നല്ല ജീവിതം നമ്മൾക്ക് ലഭിക്കും. ഇന്നത്തെ രണ്ടാം വായനയിലൂടെ വിശുദ്ധ പൗലോസ് പറയുന്നത് നാം നമുക്ക് ലഭിച്ച ദൈവവിളി അനുസരിച്ച് ജീവിക്കാനാണ്. ലോകത്തിന്റെ സൃഷ്ടിയിൽ ദൈവം ഭോഷ്യന്മാരുമായവരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ആരും അഹങ്കരിക്കാതിരിക്കാൻ ആണ് അവിടുന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ജ്ഞാനവും നീതിയും വിശദീകരണവുമായ യേശു ക്രിസ്തുവിനെ അനുകരിച്ച് നാം കർത്താവിൽ അഭിമാനിക്കാം. നിറയെ ആത്മാക്കളെ നേടുകയും ചെയ്യാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്നത് നാം ആത്മാവിൽ ദരിദ്രരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും മാനസാന്തരപ്പെട്ട് വിലപിക്കുന്നതിനും ശാന്തശീലർ ആകുന്നതിനും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകുവാനും കരുണയുള്ളവർ ആകുവാനും ശുദ്ധിയുള്ളവർ ആകുവാനും സമാധാനം സ്ഥാപിക്കുന്നവർ ആകാനും യേശുവിന് വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കുവാനും യേശുവിന് വേണ്ടി ജീവിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുന്നതിനും വേണ്ടി തന്നെ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നമ്മൾക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവഹിതം അനുസരിച്ച് ജീവിക്കാം.